പ്രേക്ഷകരെ, നമ്മൾ ഫോക്കസിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് 18 ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും എന്ന BJP വക്താവ് പ്രിൻഡു മഹാദേവിന്റെ പ്രസ്താവന കോൺഗ്രസിനെ വലിയ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരുന്നു. അത് രാജ്യവ്യാപകമായി തന്നെ ഉയർത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് BJP നേതൃത്വത്തിന്റെ നിലപാട് എന്നതാണ് നമ്മൾ കാത്തിരുന്നത്. ഈ വിവാദമുണ്ടായി ഇത്രയും ദിവസമായതിനു ശേഷവും ഒരു BJP നേതൃത്വത്തിന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടായില്ല. വി മുരളീധരന്റെ പ്രതികരണം മാത്രമാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഈ വിഷയത്തിൽ ഉണ്ടായത്. ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അതിൽ എന്താണ് BJPയുടെ നിലപാട് എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിൻഡു മഹാദേവിനെ തള്ളിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നത്. പ്രിൻഡുവിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല, വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ നിലപാടല്ല എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചത്. വക്താവിനെ തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടി പിന്തുണയില്ലെന്ന പ്രിൻഡു മഹാദേവിന്റെ പരാതി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിരുന്നു. അതിന്റെ ചില ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ പുറത്തു വന്നതാണ്. അതിനെക്കുറിച്ച് അറിയില്ല എന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് BJP നേതൃത്വത്തിന്റെ നിലപാട് എന്നത് ഇന്ന് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തിലൂടെ രംഗത്ത് വ്യക്തമാകുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, അങ്ങേയറ്റം കൊലവിളി പ്രസംഗമാണ് ഒരു ചാനൽ ചർച്ചയിലൂടെ BJP വക്താവ് നടത്തിയത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും ഒരു വ്യക്തിയെ സംബന്ധിച്ചും അതിനെ പിന്തുണയ്ക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ അതിനകത്ത് എന്താണ് BJPയുടെ നിലപാട് എന്നത് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. പാർട്ടി മിന്നാന്ന് രാത്രി തന്നെ പറഞ്ഞു, അത് ഞങ്ങൾ കാണുന്നത് ശരിയായിട്ട് കാണുന്നില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ശത്രുത ആരെതിരെയില്ല. ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ബാറ്റിലാണ്, ഞങ്ങളുടെ ഡെവലപ്മെന്റ് ബാറ്റിലാണ്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസനം. ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾക്ക് ആരെതിരെ പേഴ്സണൽ എനിമിറ്റിന്റെ രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു വക്താവ് ഒരു പാഷൻ, ഇമോഷൻ, കുറച്ച് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞു. അത് പാർട്ടി ശരിയല്ല എന്ന് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. പ്രത്യയശാസ്ത്രപരമായി രാഹുൽ ഗാന്ധിയെ നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഭീഷണികൾ ഉയരുന്നത് എന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മറുപടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നത്. ഈ സാഹചര്യത്തിൽ പ്രിൻഡു മഹാദേവിനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു പാർട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. സാഹചര്യം ഇതാണ്. കഴിഞ്ഞ ദിവസം പ്രിൻഡു മഹാദേവ് പോലീസിൽ കീഴടങ്ങിയിരുന്നു. അതിനുശേഷം കോടതിയിൽ പ്രിൻഡു മഹാദേവിനെ ഹാജരാക്കുകയും ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. പ്രിൻഡു മഹാദേവിനെ തേടി BJP നേതാക്കളുടെ വീടുകളിൽ പോലീസ് എത്തിയിരുന്നു. അത് ചില പ്രതികരണങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു പിഴവാണ് പ്രിൻഡു മഹാദേവിന്റെ കാര്യത്തിൽ ഉണ്ടായത് എന്നത് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. അത് പാർട്ടി നേതൃത്വത്തിന് ബോധ്യമുണ്ട്. പരസ്യമായി ഒരാൾക്ക് പോലും അനുകൂലിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരാമർശമാണ് ഉണ്ടായത്, ഭീഷണിയാണ് ഉണ്ടായത് എന്നത്. എന്നാൽ പോലീസിന് മുന്നിൽ കീഴടങ്ങി അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ എന്താണ് പ്രിൻഡു മഹാദേവ് പറയുന്നത് എന്നത് പ്രേക്ഷകർ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സേഡ് അനുയായി എങ്ങനെയാണ് പലപ്പോഴും വരച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അവിടെ 60% ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളും മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ്. എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകളിൽ കയറി നരവേട്ട നടത്തി. എൻ്റെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോവധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. എൻ്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ട് ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച ചില വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ്. എൻ്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ്. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്വത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ഞാനൊരു കൊലയാളിയുമല്ല. ഞാൻ ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത്.
അപ്പോൾ പാർട്ടി നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അങ്ങനെ പോലീസിൽ കീഴടങ്ങി. അതിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് പ്രിന്റു മഹാദേവിന്റെ ഈ മെഴുകൾ കേൾക്കുന്നത്. ചാനൽ അവതാരകയായ ഞാൻ അജണ്ട സെറ്റ് ചെയ്ത് ഗൂഢാലോചന നടത്തി എന്തോ നിർമ്മിച്ചെടുത്ത വീഡിയോയാണ് പ്രിന്റു മഹാദേവിന്റെ. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന പരാമർശം എന്നതാണ് പ്രിന്റു മഹാദേവ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതിലെങ്ങനെ ഗൂഢാലോചന, എന്ത് ഗൂഢാലോചന എന്നത് മനസ്സിലാകുന്നില്ല. ഈ സംഭവം നടന്നതിന് ശേഷം കോൺഗ്രസ് ഇത് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. 2-3 തവണ ഇത് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഇത് ചർച്ചയാകുന്നു. ന്യൂസ് 18 പുറത്തു വന്ന ഒരു വാർത്തയാണ്. അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ആ വിഷയത്തെ ഓരോ സമയത്തും ന്യൂസ് 18 സമീപിച്ചിരുന്നത്. അങ്ങനെ ആ വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ എന്താണ് പ്രിന്റു മഹാദേവ് എന്ന വ്യക്തിക്ക് പറയാനുള്ളത് എന്നത് ഓരോ ഘട്ടത്തിലും ആരാഞ്ഞിരുന്നതാണ്. ചാനൽ ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉറപ്പുവരുത്താൻ വിളിച്ചിരുന്നതാണ്. പക്ഷേ ഫോൺ എടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇത്തരം അസംബന്ധം അല്ലെങ്കിൽ ഇത്തരം ഭീഷണി, കൊലവിളി ഒരു ചാനൽ ചർച്ചയിലൂടെ ഏത് വൈകാരിക സാഹചര്യത്തിലായാലും പുറത്തുവിടുന്നു എന്നത് ഒരു ഔദ്യോഗിക പാനലിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ന്യായീകരണമല്ല. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നതാണ് പാർട്ടി തന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിനുശേഷവും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അധ്യാപകൻ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ആ കൊലവിളി പ്രസംഗത്തെ ന്യായീകരിക്കുന്നത്. എന്താണ് അന്ന് ചാനൽ ചർച്ചയിൽ നടന്നത് എന്നത് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കാണാം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കണ്ട. അങ്ങനെ MC കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ട 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചർച്ചയുടെ അവസാന ഭാഗത്താണ് ഈ ഗുരുതരമായ പരാമർശം, ഭീഷണി പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും സമയപരിമിതി ഉണ്ടായിരുന്നു. ആ മോശം പരാമർശം പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കാൻ ഞാൻ തയ്യാറെടുക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി അതിൽ വളരെ അഗ്രസീവായി പ്രതികരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പക്ഷേ മ്യൂട്ടായിരുന്നു. ഞാൻ എന്റെ അവസരം പരിമിതപ്പെടുത്തി, സമയപരിമിതി കൊണ്ട് പരിമിതപ്പെടുത്തി അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം നൽകുകയാണ് ആദ്യം ചെയ്തത്. അദ്ദേഹം അതിൽ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. അതിനുശേഷം ഒരു അവതാരക എന്ന ഞാൻ എന്താണ് ചെയ്തത് എന്ന് പ്രേക്ഷകർക്ക് കാണാം. വളരെ ചുരുങ്ങിയ സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ പ്രിന്റു മഹാദേവിനോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് കാണാം. പ്രിന്റു, താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? പ്രിന്റു, താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ പ്രസ്താവന താങ്കൾ പിൻവലിക്കുന്നുണ്ടോ? ഞാൻ കലാപമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും രാജ്യത്തിനെതിരെ കലാപം നടത്തി കഴിഞ്ഞാൽ വെടിയുണ്ടവരും എന്തെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടോ പ്രിന്റു നിങ്ങളുടെ കയ്യിൽ? ഇതാണ് സംഭവിച്ചത്. സമയമില്ല. നിങ്ങൾ ഈ പരാമർശത്തിൽ ഇത്രയധികം തെറ്റുകളുണ്ട്, നിങ്ങൾ ഇത് പിൻവലിക്കുന്നുണ്ടോ എന്നത് ആവർത്തിച്ച് ചോദിച്ചതാണ്. ഏതെങ്കിലും തരത്തിലൊരു നാക്കുപിഴ സംഭവിച്ചതാണ് എങ്കിൽ, വൈകാരികമായി പ്രതികരിച്ചതാണെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം ആ ചർച്ചയിൽ തന്നെ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തിരുത്തുന്നില്ല എന്ന് മാത്രവുമല്ല, ആ ഗൗരവമുള്ള ഭീഷണി, കൊലവിളി ആവർത്തിക്കുന്നതാണ് കണ്ടത്. അത് പ്രേക്ഷകർക്കും വ്യക്തമായിരിക്കാം. അങ്ങനെ ആവർത്തിച്ച് ആ കൊലവിളി പ്രസംഗം നടത്തിയ വ്യക്തിയാണ് പാർട്ടിയുടെ പോലും പിന്തുണയില്ലാതെ ആ സംഭവത്തിൽ കീഴടങ്ങിയതിനു ശേഷം ജാമ്യമെടുത്തു വന്ന് അവതാരക
ഇതിൽ അജണ്ട സെറ്റ് ചെയ്ത് എന്തോ ഗൂഢാലോചന നടത്തി എന്ന ആരോപണം ഉന്നയിക്കുന്നത്. എത്രമാത്രം വിചിത്രമാണ് ആ വാദം, എത്രമാത്രം പരിഹാസ്യമാണ് ആ വാദം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ. എന്ത് നടപടിയും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാം, അതിനുള്ള അവകാശം പ്രിന്റു മഹാദേവ് എന്ന വ്യക്തിക്കുണ്ട്. ഏത് നിയമപരമായ മാർഗത്തിലൂടെയും പോകാം. ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും ഭയക്കാനില്ല. ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ല എന്നത് വ്യക്തമാക്കിക്കോട്ടെ. എന്തായാലും ഇതിൽ ഇപ്പോൾ പോലും ഒരു തിരുത്തിന് പ്രിന്റു മഹാദേവ് തയ്യാറായിട്ടില്ല എന്നതാണ് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം. നമ്മുടെ ഭരണഘടനയെ, നീതിന്യായ സംവിധാനത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കൊലവിളി പ്രസംഗമാണ്. ഔദ്യോഗികമായ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടാണ് പ്രിന്റു മഹാദേവ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ പ്രസ്താവന തിരുത്താത്ത പ്രിന്റു മഹാദേവിനെതിരെ നടപടി ഉണ്ടാകുമോ? പാർട്ടിയുടെ തന്നെ നിലപാട് തള്ളി പറഞ്ഞിട്ടും ഒരു തരത്തിലും അതിൽ ക്ഷമ ചോദിക്കാത്ത, തിരുത്താൻ തയ്യാറാകാത്ത പ്രിന്റു മഹാദേവ് ആ സ്ഥാനത്ത് തന്നെ തുടരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി മാറിയ സംഭവമാണ്. അതിൽ പല പ്രതികരണങ്ങളും വന്നുകൊണ്ടുമിരിക്കുകയാണ്. ഇത് സഭയിൽ ഉൾപ്പെടെ നിയമസഭയിൽ 2 തവണയാണ് ഈ വിഷയം പരാമർശിക്കപ്പെട്ടത്. അടിയന്തര പ്രമേയമായി വിഷയം വന്നപ്പോൾ അത് ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ വിവാദം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നടപടികൾ വൈകിപ്പിച്ചു എന്ന ഒരു ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നതാണ്. അതിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം വൈകി എന്നത് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി പി രാജീവ് ഇത് ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല എന്ന ഒരു കാര്യത്തിൽ ന്യായീകരണമായി ചൂണ്ടിക്കാട്ടിയത്. അതിൽ ഇന്ന് വി ഡി സതീശൻ ഒന്നുകൂടി അതിൽ വിശദീകരണവുമായി എത്തുകയാണ്. മന്ത്രിമാർ പറഞ്ഞത് അബദ്ധം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. മന്ത്രി എം പി രാജേഷ് വന്നു പറഞ്ഞു കേസ് കൊടുത്തത് 29-ാം തീയതിയാണ്. 12 മണിക്ക് കൊടുത്തു, 1:45 കേസ് എടുത്തു. എൻ്റെ കയ്യിൽ കേസിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. 26-ാം തീയതി സംഭവം നടന്നു. 27-ാം തീയതി ആലപ്പുഴ DCC സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു. 28-ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൺകുമാർ പരാതി കൊടുത്തു. അന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വസന്ത് തെങ്ങുമുള്ളയുടെ പരാതി. അടുത്ത ദിവസം തൃശ്ശൂരിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ പരാതി കൊടുത്തു. എന്നിട്ട് 29-ാം തീയതി പരാതി കിട്ടിയിട്ടുള്ളത് ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തില് വെറുതെ പറയുകയാണ് ഇവര്. ഇവർ രണ്ടുപേരും അബദ്ധമാണ് പറഞ്ഞത്. അപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരം ഒരു പരാമർശം നടത്തിയാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസ് മിണ്ടാതിരിക്കുമെന്നാണോ പ്രിന്റു മഹാദേവ് ഉൾപ്പെടെയുള്ളവർ കരുതിയത് എന്ന് നമുക്കറിയില്ല. എന്തായാലും പരാതി ഉൾപ്പെടെ നൽകിയ സമയം ചൂണ്ടിക്കാട്ടിയാണ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഈ വിഷയത്തിൽ ഇന്ന് ഉണ്ടായ മറ്റൊരു പ്രതികരണം മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെതാണ്. അത് ആരെയും വെടിവെച്ച് കൊല്ലുമെന്ന ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നതാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതിൽ കോൺഗ്രസിനൊരു കുത്തുണ്ട്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം ഭീഷണികൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണ് എന്നൊരു ചോദ്യം കൂടി റിയാസ് ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ ചാനൽ ചർച്ചയിൽ വെടിവെക്കണമെന്ന് ഒരു വ്യക്തി പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ നമ്മളൊക്കെ പ്രതിഷേധിക്കുന്നു. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, ഒരാളെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വധഭീഷണി മുഴക്കുന്ന നിലപാടിനോട് CPM-ന് യോജിപ്പില്ല. ഇത് നമ്മൾ വ്യക്തമാക്കിയതുമാണ്. എന്നാൽ അതൊരു അടിയന്തര പ്രമേയമാക്കി കൊണ്ടുവന്ന് ഒരു വലിയ വിഷയമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, UDF പൊതുവെ നിയമസഭക്കകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി മധ്യപ്രദേശിൽ അറിയപ്പെടുന്ന RSSന്റെ നേതാവ് തലവെട്ടിയാൽ ഇനാം പ്രഖ്യാപിച്ചൊരു കാലമുണ്ടായിരുന്നു, ഒരു 3-4 വർഷം മുമ്പ്. നിങ്ങൾ ഓർക്കുന്നില്ല? കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇതിനെ അപലപിച്ചു, ഇത് തെറ്റാണെന്ന് പറഞ്ഞു? പറയുന്ന സമീപനം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഈ വിഷയത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന് പറയാനുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, നിയമ നടപടികൾ തുടരും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇത് ഒരു തെറ്റാണ് എന്ന ബോധ്യമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അത് തിരുത്താനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് കേരളം എന്നൊരു നാട്ടിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയാൽ അത് വിലപ്പോവില്ല എന്നത് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതിനെ ന്യായീകരിക്കുക സാധ്യമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ എങ്കിലുമാകും പാർട്ടി ആ ഒരു നിലപാടെടുക്കുകയും അത് ആ വ്യക്തിയെ തങ്ങളുടെ വക്താവിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ അതിന്റെ അധ്യക്ഷൻ തന്നെ തയ്യാറെടുക്കുകയും ചെയ്തു. അപ്പോൾ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനുള്ള സമീപനമാണ് ഉണ്ടാകേണ്ടത്. അവിടെ കൂടുതൽ മെഴുകലുകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇറക്കി സ്വയം പരിഹാസ്യമാവുകയല്ല ചെയ്യേണ്ടത്. ഇതാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഏത് നടപടികളെ നേരിടുന്നതിനും യാതൊരു തടസ്സവുമില്ല. പകൽ പോലെയെല്ലാം എല്ലാവർക്കും വ്യക്തമായ സാഹചര്യത്തിൽ